നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഒരു Q&A നമുക്കൊരു 10 to 15 minutes എടുക്കാം. സോ അങ്ങനെയാണ് ഈ ഒരു സെഷൻ ഞാൻ കൊണ്ടുപോകുന്നത്. സോ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പം ക്രിസ്തു ജയന്തി മാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രിസ്തു ജയന്തി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. റീസെന്റ് ആണ് ഞാൻ PhD കഴിഞ്ഞത്. ഇപ്പം ജോയിൻ ചെയ്തതേ ഉള്ളൂ വർക്കിന്. ഈ ഒരു PPT വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് JRF നെറ്റും നമ്മൾ ഒരുപാട് ആൾക്കാർ എഴുതുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ വൈ വി നീഡ് UGC നെറ്റ് എന്നുള്ളത് ഒബ്വിയസ്ലി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു PhDക്ക് അപ്പുറം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലെക്ചർഷിപ്പ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പൊസിഷന് അപ്പുറം ദർ ആർ മെനി ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ. ഈ MSc അല്ലെങ്കിൽ MA UGC നെറ്റ് വെച്ചിട്ട് കിട്ടുന്ന കുറേ തസ്തികകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ വല്ല NGOസിന്റെ അല്ലെങ്കിൽ വല്ല യൂണിവേഴ്സിറ്റി NIT IITs പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിസർച്ച് അസോസിയേറ്റ് ആവാനൊക്കെ ഉള്ള ഒരു ബേസിക് ക്രൈറ്റീരിയ ആയിട്ട് ഈ ഒരു UGC നെറ്റിനെ കാണുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം അതർ റിസർച്ച് ഓർ എനി അതർ ഒരു ബേസിക് എലിജിബിലിറ്റി ആയിട്ട് ഇത് UGC നെറ്റിനെ നമുക്ക് കാണാൻ പറ്റും. സോ ഇത് ക്വാളിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പിന്നെ ഉള്ളത് നമുക്ക് PhD ഓപ്ഷനാണ്. ഇപ്പം PhD ഓൺലി എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും PhD ആപ്ലിക്കേഷന് ഹെൽപ്ഫുൾ ആവും. PhD ചെയ്യാൻ ആഗ്രഹമുള്ള ആണെങ്കിൽ അല്ലെങ്കിൽ ലോങ് ടേം അക്കാദമിയ അല്ലെങ്കിൽ റിസർച്ചിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ആഗ്രഹമുള്ള PG കഴിഞ്ഞ ആസ്പിറൻസിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ JRFും കൂടെ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ പ്രോബബിലിറ്റി കൂടുതലാണ് കിട്ടാനുള്ള ചാൻസസ്. ഇപ്പം നെറ്റും JRFും ക്വാളിഫൈ ചെയ്ത കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. ഇപ്പം PhD ഓൺലി ഉള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അപ്പം JRF ഉള്ള ആൾക്കാരെയാണ് പല പ്രൊഫസേഴ്സും പ്രിഫർ ചെയ്യുന്നത് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് വുഡ് ബി ദെയർ. സോ JRF എന്നുള്ളത് നമുക്ക് ഒരു എലിജിബിലിറ്റിനേക്കാൾ ഉപരി ഒരു ഫിനാൻഷ്യൽ ഒരു സെക്യൂരിറ്റി ആണ്. നമ്മൾ PhD ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു നല്ലൊരു ലെവലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ് ഈ ഒരു JRF കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഒരു 37+ HRA plus കണ്ടിജൻസി എമൗണ്ട് നമുക്ക് കിട്ടും പെർ മന്ത്. പിന്നെ അത് 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ SRF ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 42+ HRA plus കണ്ടിജൻസി ആവുന്നുണ്ട്. സോ അതൊരു ബേസിക് നമുക്കൊരു സെക്യൂരിറ്റി തന്നെയാണ്. ഇപ്പോൾ ഒരു ഫാമിലി ഒക്കെ കൊണ്ടുപോകുന്ന ഒരാൾക്കാണെങ്കിൽ PhD പ്ലസ് ഈ ഒരു ഫാമിലിയൊക്കെ നോക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാൾക്ക് അത് വളരെ ഒരു ആശ്വാസമുള്ള കാര്യമാണ്. പിന്നെ ഉള്ളത് കരിയർ അഡ്വാൻസ്മെന്റ് ആണ്. അതായത് നമുക്ക് കൂടുതൽ റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ പുറത്ത് യൂണിവേഴ്സിറ്റീസ് ഒക്കെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് IIT അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും കയറാൻ പറ്റും. സോ അത് നമ്മളൊരു റിസർച്ച് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് നല്ലൊരു ഗ്രോത്ത് തരുന്ന കാര്യമാണ്. പിന്നെ ബേസിക് ആയിട്ട് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇപ്പം പല പബ്ലിക് സർവീസ് എക്സാമിനേഷൻ എടുത്തു കഴിഞ്ഞാലും പബ്ലിക് അസിസ്റ്റന്റ് പ്രൊഫസറിലേക്കുള്ള എക്സാമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് PG പ്ലസ് നെറ്റ് തന്നെയാണ്. അതിൻ്റെ കൂടെ PhD വരുമ്പോൾ നമ്മുടെ സാലറിയുടെ ഒരു ഗ്രേഡ് മാറുന്നുണ്ട് എന്നതാണ് കാര്യം. ഓക്കെ, സോ ഇതൊക്കെയാണ് നെറ്റ് കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന കുറേ ഉപകാരങ്ങൾ. ദെൻ നമുക്ക് എക്സാം പാറ്റേണിലേക്ക് പോവാം. എക്സാം പാറ്റേൺ ഈ ഒരു കുറേ കാലത്തിനിടയ്ക്ക് കുറേ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ 2022 ലാണ് ക്വാളിഫൈ ചെയ്ത് 22 ഫെബ്രുവരിയിൽ. സോ അതൊരു കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു 2 സൈക്കിളും കൂടെ മേർജ് ചെയ്ത ഒരു സൈക്കിൾ എക്സാമിനേഷൻ ആയിരുന്നു. സോ അതിനുശേഷം തന്നെ 2023, 24, 25, 26 ഇപ്പൊ 26 എക്സാം കഴിഞ്ഞു. സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇപ്പൊ ജൂനിയേഴ്സിനോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പലരും ഇപ്പോഴും JRFന് വേണ്ടി എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുന്നത് അപ്പം പല പാറ്റേൺ ഇപ്പൊ അവര് കഴിഞ്ഞ പാറ്റേൺ വെച്ചിട്ട് പഠിച്ചു പോകുന്നവരെ ആ ഒരു എക്സാമിന്റെ പാറ്റേൺ അങ്ങോട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഉണ്ട്. സോ ബേസിക് ആയിട്ട് ഈ പേപ്പർ 1ഉം പേപ്പർ 2ഉം പേപ്പർ 1 ആണെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് ഇൻ 100 മാർക്സ്, പേപ്പർ 2 ആണെങ്കിൽ സൈക്കോളജിയിൽ 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്, ടോട്ടൽ ഒരു 150 ക്വസ്റ്റ്യൻസ് 300 മാർക്സ്, 3 മണിക്കൂർ. അപ്പം ഇവിടെ ഈ ഒരു 3 മണിക്കൂറിലാണ് കാര്യം. നമ്മൾ സൈക്കോളജി
സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾക്കാണെങ്കിൽ അറിയാം പവർ ടെസ്റ്റ് ആൻഡ് സ്പീഡ് ടെസ്റ്റ്. ഇപ്പം UGC നെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പവർ ടെസ്റ്റും ആണ് സ്പീഡ് ടെസ്റ്റും ആണ്. ഈ സ്പീഡ് ഈ ഒരു 3 hours നമ്മൾ എത്രമാത്രം ഫാസ്റ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം നമ്മൾ എത്രമാത്രം നമുക്ക് കണ്ടന്റ് നോളേജ് ഉണ്ട് എന്നുള്ളതും കൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ല. പണ്ട് കുറേ കാലം മുമ്പുള്ള UGC നെറ്റിലൊക്കെ നെഗറ്റീവ് സ്കോറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമില്ല. പിന്നെ ഒരു ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറി വൈസ് മാർക്ക് അഗ്രിഗേഷൻ ഇങ്ങനെയാണ്. ഒരു 40%, അതായത് 120 മാർക്സ് ജനറലിനും ഒബിസി അല്ലെങ്കിൽ അതർ കാറ്റഗറീസിന് ഒരു 35%, ഒരു 105 മാർക്സും ആണ് ബേസിക് ആയിട്ട് പറയുന്നത്. ബാക്കിയുള്ള നമ്മളെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് ഒക്കെ എത്ര പേര് എഴുതിയിട്ടുണ്ട്, ഈ കാറ്റഗറീസിലൊക്കെ എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, എത്ര പേര് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എക്സാം, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കട്ട് ഓഫ് വരുന്നത്. ആ കട്ട് ഓഫിനനുസരിച്ചിട്ട് ആ കട്ട് ഓഫിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിലാണ് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ പേപ്പർ 1 സിലബസ് നോക്കുകയാണെങ്കിൽ ഐ വിൽ ഓപ്പൺ ഇറ്റ്. ഇതിൽ പല ക്വസ്റ്റ്യൻസും ഉണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഉള്ളത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീഡിങ് കോംപ്രിഹെൻഷൻ. ഇതിൽ ചില പാറ്റേൺ ഉണ്ട് നമുക്കിപ്പം, അതായത് ഇത്രയും കാലത്തെ നെറ്റ് എക്സാമിൽ കണ്ടുവരുന്ന പാറ്റേൺ. ഇപ്പം റീഡിങ് കോംപ്രിഹെൻഷൻ നല്ലൊരു മൈൻഡ്ഫുൾ ആയിട്ട് വായിക്കുന്ന ഒരാൾക്കാണെങ്കിൽ റീഡിങ് കോംപ്രിഹെൻഷൻ 5 മാർക്സും ഈസിലി നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഉള്ളതാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ്, അതായത് ഈ പെർസെൻറ്റേജ്, ടോട്ടൽ, ഈ സ്കോറിംഗ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ്റെ 5 മാർക്സ് ഷുവർ ആണ്. നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഷുവർ ആണ്. അതുപോലെ നന്നായിട്ട് വായിച്ചിട്ട് മൈൻഡ്ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് അത് ആൻസർ ചെയ്യുകയാണെങ്കിൽ റീഡിങ് കോംപ്രിഹെൻഷനും ഷുവർ ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഒരു സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചില സിലബസിലെ ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, ഇതിലൊക്കെ കുറച്ച് റീസെന്റ് ആയിട്ട് എന്താണോ ജനറൽ നോളേജ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പത്രം വായിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു കറന്റ് അഫെയറിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് ഈ ഒരു 2 കാറ്റഗറീസ്, അതായത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ നമ്മൾ എപ്പോഴും ഈ സിലബസ് എടുക്കുന്നുണ്ട്. പേപ്പർ 1 ആണെങ്കിൽ ശരി, പേപ്പർ 2 ആണെങ്കിൽ ശരി. പേപ്പർ 1 ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും വീക്ക് ആയിട്ടുള്ള കാറ്റഗറീസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരിക്കും, ഈ ഒരു സെഗ്രിഗേഷൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ച് ഞാൻ മാത്സിൽ അത്ര ഗ്രേറ്റ് ആയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അതൊരു വീക്ക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദാറ്റ്. ഞാൻ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷനും പിന്നെ ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങുമാണ്. സോ ഇതിൽ തന്നെ റീസണിങ്ങിൽ മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്നും ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നോക്കിക്കഴിഞ്ഞാലും കാണാം. സോ അതിൽ ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്തപ്പം ഇതിൽ വരുന്ന ഒരു 5 to 9 മാർക്സ് എനിക്ക് ഷുവറായി. സോ നമ്മൾ ഏതാണോ വീക്ക് ഉള്ളത് ആ വീക്കിൽ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സിലബസ് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കുറച്ച് മൈൻഡ്ഫുൾ ആവണം എന്നുള്ളത് സത്യമാണ്, ബട്ട് സ്റ്റിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ കുറച്ച് ട്രിക്കി ചില സമയത്ത് ചോദിക്കാറുണ്ട്. ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നാറുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലോജിക്കൽ റീസണിങ്, ഈ ലാസ്റ്റ് 2026 ജൂണിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു അതിന്റെ മുമ്പിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ബട്ട് സ്റ്റിൽ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. പിന്നെ നിങ്ങളുടെ വീക്ക്നെസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനും അനുസരിച്ചിട്ട് സ്ട്രോങ് പാർട്ടും അനുസരിച്ച് നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യുക. അതിൽ വീക്കിനെ കൂടുതൽ ഫസ്റ്റ് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സിലബസ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും.
സോ ഇതിൽ പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ ഇപ്പം ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ ആവുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗോൾ വെച്ചിട്ട് നെറ്റ് എക്സാമിന് ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ഗോളാണ്. ഈ ഒരു ഷോർട്ട് ടേം നെറ്റിനെക്കാട്ടും കൂടുതൽ ലോങ് ടേം ഗോളിലേക്കാണ് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് ഒക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പം ഇതിലൊക്കെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും ഈസിലി നമുക്ക് കിട്ടും. പക്ഷെ ഒരു 5 ക്വസ്റ്റ്യൻസിൽ ഒരു 2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ട്രിക്കി ആയിരിക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഞാൻ ഇതിന്റെ ഒരു പാറ്റേൺ പറഞ്ഞു തന്നു. അപ്പം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ അത് സെഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം നോക്കുക. പിന്നെ പേപ്പർ 2 ഇവിടെ സൈക്കോളജി ഉള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പം പേപ്പർ 2 നോക്കുകയാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ജനറൽ പാറ്റേൺ റിസർച്ച് മെത്തേഡ്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതൊരു മോഡറേറ്റ് ടു ടഫ് ലെവലിലാണ്. ഒരു 20 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു മിനിമം 15 to 20 എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ ആദ്യമൊക്കെ കണ്ടുവന്നിരുന്ന ഒരു പാറ്റേൺ ഈ ഒരു 2 പാരഗ്രാഫ് തന്നിട്ട്, റിസർച്ച് വെച്ചിട്ടുള്ള പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നീടുള്ള പാറ്റേണിൽ കണ്ടിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ചില ക്വസ്റ്റ്യൻസ്, അതായത് നമുക്കൊരു 20 ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 8 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ബേസിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ കൂടുതൽ ടഫായിട്ട് വരുന്ന ഒരു ഏരിയ കോഗ്നിറ്റീവ് സൈക്കോളജി ആണ്. പിന്നെ ബയോളജിക്കൽ ബേസിസിലൊക്കെ നമുക്ക് ഈസി ടു മോഡറേറ്റ് ആണ്. അത് കൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെവലാണ്. പിന്നെ സോഷ്യൽ സൈക്കോളജിയിലും ലേണിംഗ് മോട്ടിവേഷൻ പേഴ്സണാലിറ്റി ഇതിലൊക്കെ ഒരു മോഡറേറ്റ് ലെവലിലാണ് അവർ ക്വസ്റ്റ്യൻസ്. ഈ ഒരു 2025 വരെ കണ്ടിട്ടുള്ളത്. 2026 സൈക്കോളജി ഞാൻ നോക്കിയിട്ടില്ല, അത് പല ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടല്ല, അതുകൊണ്ടാണ്. സോ ഇതാണ് ഒരു ബേസിക് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിലും ഞാൻ പേപ്പർ 1 പറഞ്ഞിട്ടുള്ള പോലെ ആണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ റിസർച്ച് മെത്തേഡ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ് നമുക്ക് ഒരുമിച്ച് വരുന്ന സിലബസിൽ ഒരുമിച്ച് വരുന്ന ഭാഗങ്ങൾ. അപ്പം ഇതിലൊരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു 18 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ഉള്ള ഏരിയാസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി കൂടി സ്കോർ ചെയ്യാൻ പറ്റും. സോ ടഫുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു എക്സാം പാറ്റേണിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ബെറ്റർ സ്ട്രാറ്റജി. ഈ ഒരു സ്ട്രാറ്റജി എൻ്റെ ഒരു പേഴ്സണൽ ലെവലിലാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ അന്ന് 2021 പഠിക്കാൻ തുടങ്ങിയത്. അപ്പം ആ 21 ഇതുപോലെ ഓറിയന്റേഷൻ ക്ലാസ്സസിന് കേട്ടത് ഇപ്പൊ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫോക്കസ് കൂടുതലും റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ആക്കിയായിരുന്നു. അപ്പൊ അത് കൂടുതൽ പഠിച്ചുകൊണ്ട് അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റി. പിന്നീടാണ് ഞാൻ ബാക്കിയുള്ള ഏരിയാസിലേക്ക് ഫോക്കസ് ചെയ്ത്. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു പ്രീവിയസ് 5 years ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കുക. ഇപ്പം പാറ്റേൺ മാറുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഒരു 5 years റീസെന്റ് ആയിട്ടുള്ള 5 years ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നോക്കിയിട്ട് നിങ്ങൾ ഏത് ഏരിയ ആണോ പഠിക്കുന്നത്, ഇപ്പൊ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ ഈ ഒരു 2, 3, 4, 5 വർഷത്തിനിടക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടുന്നത്. ബിക്കോസ് അവർ ചെയ്യുന്ന ഫ്രേസിങ്, ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്ന ഫ്രേസസ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, അത് സോൾവ് ചെയ്യണം, അത് പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇപ്പൊ നിങ്ങൾ റിസർച്ച് മെത്തഡോളജി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു ഭാഗം ഈ സിലബസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കുക. പിന്നെ കുറച്ച് ആൾക്കാർ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഡിസ്കഷനിലൂടെ പഠിക്കും. ചില ആൾക്കാർക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, പക്ഷേ ചില ആൾക്കാർക്ക് ഡിസ്കഷനിലൂടെ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ ആ ഡിസ്കഷനിലൂടെ പഠിക്കുന്നേരം നമ്മൾ കുറച്ച് കൂടുതൽ അറിയും. പിന്നെ നിങ്ങൾ പഠിക്കുന്നേരം എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിൻ്റെ ഒരു
ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നോക്കാൻ പാടില്ല. ക്വസ്റ്റ്യനും നോക്കണം, അതിൽ വരുന്ന 4 ഓപ്ഷൻസ്. ആ 4 ഓപ്ഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ 4 ഓപ്ഷൻസ് നിങ്ങൾ പഠിക്കും. ചില കൺസെപ്റ്റ്സ് പഠിക്കും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആകുന്നതാണ് ഈ ഓപ്ഷൻസ്. സോ നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കി അതിൻ്റെ ആൻസർ പഠിക്കുക എന്നതിലുപരി എപ്പോഴും അതിൽ കൂടുതലായിട്ട് ആ ഓപ്ഷൻസും വെച്ചിട്ട് അതിലും എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് നോക്കി നോട്ട്സ് എഴുതുന്നത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇതിലുള്ള ഒരു സിലബസ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ്. പിന്നെ ഉള്ളത് ഈ എമർജൻസ് ഓഫ് സൈക്കോളജി. എമർജൻസ് ഓഫ് സൈക്കോളജി നമ്മൾ അധികം ഒരു കോറായിട്ട് നമ്മൾ സിലബസിൽ, യൂണിവേഴ്സിറ്റി സിലബസിലൊന്നും പഠിക്കാത്ത ഒരു ഭാഗമാണ് പലപ്പോഴും. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ലാസ്റ്റ് ഭാഗത്തേക്ക് വെക്കുക. പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്, എമർജൻസി ഓഫ് സൈക്കോളജിന്ന്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആ കൺസെപ്റ്റ്സ് കൂടുതൽ നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ എമർജൻസി ഓഫ് സൈക്കോളജിയിലൊക്കെ. പിന്നെ റിസർച്ച് മെത്തഡോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലധികം റിഗ്രഷൻ അല്ലെ കോറിലേഷൻ വെച്ചിട്ടൊക്കെ നമ്മൾ പാരഗ്രാഫ് കണ്ടിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ടെസ്റ്റിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇപ്പം ഈ ഒരു റിസർച്ച് മെത്തഡോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ഇതൊക്കെ കൂടിയിട്ടാണ് 20 മാർക്സ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് നമ്മൾ ഈ റിലയബിലിറ്റി, വാലിഡിറ്റി, നോംസ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ നിന്നൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് കൺസ്ട്രക്ഷന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, സൈക്കോമെട്രി. പിന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് വെച്ചിട്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കണ്ടുവരാറുണ്ട്. അപ്പൊ കൂടുതൽ ഫോക്കസ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടും റിസർച്ച് പാർട്ടിനും എപ്പോഴും പേപ്പർ 2 കൊടുക്കുക. ബയോളജിക്കൽ ബേസിസിൽ നമ്മൾ കൺസെപ്റ്റ് ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ജസ്റ്റ് ഒരു മെമ്മറൈസേഷൻ അല്ല വേണ്ടത്, കൺസെപ്റ്റ് ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല മെത്തേഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം ഓരോ സെൻസറി സിസ്റ്റത്തിനും ഓരോ റിസപ്റ്റേഴ്സ്, അതിൻ്റെ പ്രോസസ്സിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാവില്ല. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം അതിൽ നിന്നൊക്കെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും കാണാറുണ്ട്. പിന്നെ അറ്റൻഷൻ, പെർസെപ്ഷൻ ലേണിംഗ്, ഈ ഒരു കോഗ്നിറ്റീവ് ഏരിയ, കോഗ്നിറ്റീവ് സൈക്കോളജിൻ്റെ ഈ ഒരു ഏരിയാസ് നിന്നാണ് എപ്പോഴും ഒരു ടഫ് ലെവലിലുള്ള ഒരു ഫ്രേസിങ്ങിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ളത്. എസ്പെഷ്യലി ഈ സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി, ഈ പെർസെപ്ഷനിലുള്ള കാര്യങ്ങൾ, ഈ ജസ്റ്റാൾഡിന്റെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടുള്ളത്. അപ്പം അതിനെ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസും വെച്ചിട്ട് കൂടുതൽ പഠിക്കുക എന്നത് ഞാൻ പറയുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് ഈ തിങ്കിങ്, ഇന്റലിജൻസ്, ക്രിയേറ്റീവ്, ഇതൊക്കെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുന്ന ഭാഗങ്ങളാണ്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടുവരുന്നത് ഈ പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, ഇമോഷൻ, സ്ട്രെസ് ആൻഡ് കോപ്പിംഗ്. അത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പല തിയറീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നത്. അപ്പം അത് അങ്ങനെ പഠിച്ചാലും ഹെൽപ്ഫുൾ ആവും. പിന്നെ സോഷ്യൽ സൈക്കോളജിയിലും അധികം ക്വസ്റ്റ്യൻസ് കണ്ടു വന്നിട്ടില്ല. ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ, 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് കാണും. ബിക്കോസ് അത് ഈ ഒരു അറ്റൻഷൻ, പെർസെപ്ഷൻ രണ്ട് ചാപ്റ്റേഴ്സ് അടങ്ങുന്നതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കവറേജ് അവിടുന്ന് വരാറുണ്ട്. ഇമോഷണൽ റെഗുലേഷനിലൊക്കെ നമ്മൾ ആ ഒരു തിയറീസ്, ബേസിക് ആയിട്ടുള്ള തിയറീസ് ഒക്കെ ഭയങ്കര കൺസെപ്ച്വൽ ക്ലാരിറ്റിയോടെ നോക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പഠിച്ചിറങ്ങിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, ഇപ്പം നിങ്ങൾ ടീച്ചിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വീണ്ടും പഠിക്കുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ലോങ് ടേമിലേക്കും പേപ്പർ 2 പഠിക്കുന്നത് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ജസ്റ്റ് ഫോർ ദ UGC നെറ്റ് എക്സാം. പിന്നീട് വരുന്ന എന്തെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് UGC നെറ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് PhD കഴിഞ്ഞതാണ്. അപ്പൊ PhD കഴിയുമ്പോൾ നമ്മളെ റിസർച്ച്, എൻ്റെ ഒരു ടോപ്പിക്കും ആ ഏരിയ മാത്രമാണ് എൻ്റെ ഒരു തലയിൽ ഉണ്ടാവുക. ബട്ട് സ്റ്റിൽ ഞാൻ UGC നെറ്റ്
നെറ്റിലും പഠിച്ച ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റി കൊണ്ടാണ് പല ഇന്റർവ്യൂസിലും പെർഫോം ചെയ്യാൻ പറ്റുന്നത്. സോ അതൊരു ലോങ് ടേം ഗോളിലേക്കും കൂടെ എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. ഞാൻ ആ ഒരു തിയറീസിന്റെ ഏരിയ പറയുമ്പോഴാണ് അത് ഓർമ്മിച്ചത്. പിന്നെ സോഷ്യൽ സൈക്കോളജിയിലുള്ളത്, സോഷ്യൽ സൈക്കോളജിയിലൊക്കെ അധികം ടഫ് കണ്ടിട്ടില്ല, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഡെവലപ്മെന്റ് സൈക്കോളജിയും സൈക്കോപാത്തോളജിയും ഒക്കെ നമ്മൾ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസും അതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള തിയറീസ്, പിയാഷെന്റെ തൊട്ടിട്ടുള്ള എല്ലാ തിയറീസും ഒന്ന് നോക്കുക. ഈ എല്ലാ ഇസത്തില് സൈക്കോ അനാലിസിസും ബിഹേവിയറിസം കോഗ്നിറ്റീവിസത്തിലൊക്കെ വരുന്ന പല തിയറീസും കവർ ചെയ്ത് പഠിക്കുക. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ട് വരാറുണ്ട്. പിന്നെ എമേർജിങ് ഏരിയാസിലൊക്കെ നമ്മൾ ഏതാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ്ലി കണ്ടുവരുന്ന പാറ്റേൺ അതിനനുസരിച്ചിട്ട് പഠിക്കുന്നതായിരിക്കും മച്ച് യൂസ്ഫുൾ. നമുക്കൊരു കോറായിട്ട് വരുന്ന ടോപ്പിക്സ് അല്ലാത്തത് കൊണ്ട് അങ്ങനെ പഠിക്കുന്നതായിരിക്കും ഇതിൽ യൂസ്ഫുൾ. ഇതിൽ ഹെൽത്ത് സൈക്കോളജിയിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇതിലാ വരുന്നത്. പിന്നെ പോസിറ്റീവ് സൈക്കോളജിയും പീസ് സൈക്കോളജി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സൈക്കോളജി, ഇതൊക്കെ കവർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് എമേർജിങ് ഏരിയാസ്. ഇതിലൊക്കെ പി ജിക്ക് അല്ലെങ്കിൽ ഹെൽത്ത് പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി പീസ് സൈക്കോളജി ഒക്കെ പഠിച്ച ഒരാൾക്ക് ഇത് കുറച്ച് കൂടുതൽ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കിയിട്ട് പഠിക്കേണ്ട ഏരിയ ആണ് ഈ എമേർജിങ് ഏരിയാസും പിന്നെ ഫസ്റ്റ് ഉള്ള എമർജൻസ് എന്നുള്ള ചാപ്റ്ററും. സോ ഇതാണ് ഓവറോൾ പേപ്പർ 2 സിലബസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കിയിട്ട് ഫസ്റ്റ് പറഞ്ഞ പോലെ വീക്ക് ഏതാണ്, സ്ട്രോങ് ആയിട്ടുള്ള സിലബസിൽ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇതിലിപ്പം വീക്കിനാണോ സ്ട്രോങ്ങിനാണോ കൂടുതൽ എംഫസൈസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ വീക്കായിട്ടുള്ള ഭാഗത്തിനായിരിക്കും നിങ്ങൾ ഫസ്റ്റ് പഠിച്ചെടുക്കേണ്ടത്. സോ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി യൂസ്ഫുൾ. അപ്പോൾ സിലബസ് ആദ്യം എടുക്കുക, സിലബസ് ഫുള്ള് വായിച്ചു നോക്കുക, എന്നിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുക. എന്നിട്ട് എത്ര മണിക്കൂർ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2 to 3 hours ഡെയിലി ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് 3 months നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഒരു JRF ഒക്കെയാണ് എയിം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് പറ്റുക. ഇപ്പം UGക്കും PGക്കും ഒക്കെ നന്നായിട്ട് സിലബസ് പഠിച്ച് തറവുള്ള ഒരാൾക്കാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് മറന്നുപോയി, അല്ലെങ്കിൽ ഇപ്പം PG കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒരു 1-2 വർഷം കഴിഞ്ഞൊക്കെ ഉള്ള ഒരാൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആവും ഈ ഒരു 3 മാസത്തെ ഒരു കൺസിസ്റ്റന്റ് പ്രിപ്പറേഷൻ തന്നെയാണ്. പിന്നെ കൺസെപ്ച്വൽ നോട്ട് ഉണ്ടാക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കുറച്ച് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ലേണറാണ്. രണ്ടും എനിക്കൊരു സെയിം ആയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ലേണിംഗ് പാറ്റേൺ, നിങ്ങൾ എങ്ങനത്തെ ഒരു ലേണർ ആണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ റൂമിൽ വാൾസിൽ പലതും ഒട്ടിച്ചു വെക്കും. ഒരു ഫ്ലോ ചാർട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു കൺസെപ്ച്വൽ മാപ്പ് ആക്കും, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് ആക്കും, അല്ലെങ്കിൽ അതിന്റെ പേര്, ഇപ്പൊ എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് അതിന്റെ പേര് അല്ലെങ്കിൽ ജസ്റ്റ് അത് എന്താണെന്ന് എൻ്റെ ഒരു ഭാഷയിൽ ഞാൻ അവിടെ എഴുതി വെക്കും. സോ അങ്ങനെ ചാർട്ട് ചെയ്തിട്ട് വരുന്ന കുറെ വിഷ്വൽ മാപ്പിംഗ് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചതുകൊണ്ട് ഇപ്പം ഡെയിലി എണീക്കുമ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ നമ്മൾ ഡെയിലി കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന നേരം അത് ഓട്ടോമാറ്റിക്കലി ബ്രെയിനിന് റീകോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ അത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. പിന്നെ ഓഡിയോ ഉണ്ടാക്കി വെക്കും. ഇപ്പം ഞാൻ മാത്രം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ എനിക്ക് എന്തെങ്കിലും കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടുന്ന സാധനമാണെങ്കിൽ ഞാനത് ഓഡിയോ ആയിട്ട് അതിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കും. ഇപ്പം ഞാൻ ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആ ഓഡിയോ കേൾക്കും. സോ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തു വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര വീക്ക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ്, ഒന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് പ്രിപ്പയർ കൺസൈസ് നോട്ട്. ഇപ്പൊ ഒരുപാട് വാരി വലിച്ച് നമ്മളിപ്പം UGക്കും PGക്കും പഠിച്ച പോലെ കുറേ നോട്ട്സ് ഉണ്ടാക്കാതെ ചെറിയ നോട്ട്സ്, ഇപ്പം നിങ്ങൾ ഒരു 100 പേജിന്റെ നോട്ട് മതിയാവും എല്ലാ കൺസെപ്റ്റ്സും ഓരോ സബ്ജക്റ്റിന്റെ എഴുതി വെക്കാനായിട്ട്.
ഒരുപാട് 200 പേജിന്റെ വലിയ നോട്ടൊന്നും മേടിച്ചിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഭയങ്കര പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ഫുള്ള് ടെക്സ്റ്റ് ബുക്ക് മൊത്തം വെച്ചിട്ട് വായിച്ച് പഠിക്കാനുള്ള സാധനമല്ല UGC നെറ്റ്. നമ്മൾ ഒരു കട്ട് ഓഫിന്റെ അടുത്ത് നമ്മൾ എത്തണം, അതിൽ സ്കോർ ചെയ്യണം. ഒരു സ്ട്രാറ്റജിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. എല്ലാം പഠിച്ചിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എംഫസൈസ് ചെയ്യുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ്, അതിനനുസരിച്ച് നമ്മൾ പഠിച്ചിട്ട് സ്കോർ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇത്രയും ഞാനിപ്പം പണ്ടത്തെ ഒരു നോട്ട് കാണിച്ചുതരാം. ഒരു ചെറിയ നോട്ടിലാണ് ഇപ്പം ഞാനൊരു റിസർച്ച് മെത്തഡോളജി എഴുതി വെച്ചിട്ടുള്ളത്. സോ അതുപോലെ അത്രയും ചെറിയതായിട്ട് മാത്രം നമ്മൾ എഴുതി വെക്കുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് നമുക്ക് അതിനൊരു വലിയ ഭാരമായിട്ട് കണക്കാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പറഞ്ഞു, അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള. അപ്പൊ അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റ്സ് അറിയാത്തുണ്ടെങ്കിൽ അപ്പം ഗൂഗിൾ ചെയ്തിട്ട് ആ സാധനം നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പം പുറത്തു പോകുന്നത് അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം അതും എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് ജോലി ചെയ്യായിരുന്നു. അപ്പൊ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ഉള്ള സമയമായതുകൊണ്ട് ബസ്സിൽ നിന്നാണ് ഞാൻ പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റ്, ഡെയിലി മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ വെറുതെ ബസ്സിൽ നിൽക്കുന്നേരം ഇരിക്കുന്നേരം അത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ കൂടുതൽ എൻകോഡ് ആവുകയുള്ളൂ. സോ അത് ഹെൽപ്ഫുൾ ആവും. ഇതിനായിട്ട് നിങ്ങൾ കുറേ സമയം മാറ്റി വെക്കുക എന്നതിലുപരി നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് സമയം, ഒരു 2 hours ടോട്ടലി എടുക്കുകയാണെങ്കിൽ 2 to 3 hours നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. അതിപ്പം ബസ്സിലായിക്കോട്ടെ, ജസ്റ്റ് വായിക്കുന്നതായിക്കോട്ടെ, എല്ലാം കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഏത് ഭാഗത്താണ് ഇപ്പം ഈ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആലോചിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, വീണ്ടും ആലോചിക്കുന്നവരാണ് നിങ്ങൾക്ക് അത് കൺഫ്യൂസ് ആയിട്ട് റോങ് ആൻസറിലേക്ക് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ പിഴക്കുന്നത് അത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിവൈസ് ചെയ്യുക. ഇപ്പം ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം എക്സാമിന് ഉണ്ടെങ്കിൽ അന്ന് ഫസ്റ്റ് ഞാൻ വീക്കായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് കരുതിയിട്ട് അത് തീരെ ഒന്നും നോക്കാതിരുന്നു കഴിഞ്ഞാൽ എക്സാമിന്റെ തലേദിവസം നോക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. സോ ഇടക്ക് ഇപ്പം ഈ ഒരു നോട്ട് എടുത്തിട്ട് ജസ്റ്റ് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ്സ് എഴുതിയ ആ ഒരു വിഷ്വൽ മാപ്പ് നോക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട ഓഡിയോ ഇടക്ക് ചെക്ക് ചെയ്യുക. സോ എന്നെ സംബന്ധിച്ച് ഒരു 10 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതായത് 10 സബ്ജക്റ്റിന് വേണ്ടി 10 ഗ്രൂപ്പ്സ് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച്, ഞാൻ മാത്രം മെമ്പർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പം ഏതാണ് റിവൈസ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ഇപ്പം സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നോക്കും, അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജി ആണ് റിസർച്ച് മെത്തഡോളജി നോക്കും, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഫാലസി ഒക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് പഠിച്ചത്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പ് നോക്കും, എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കും, എടുക്കും, വായിക്കും. സോ ഇങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻസ് നമുക്ക് ഒരിക്കലും റീകോൾ ചെയ്യാൻ പറ്റില്ല. അത് ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്ത് കഴിഞ്ഞാലേ എക്സാമിനും അത് യൂസ്ഫുൾ ആവുള്ളൂ. സോ റിവൈസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ മിസ്റ്റേക്സ് എവിടെയാണോ നിങ്ങൾക്ക് മിസ്റ്റേക്സ് പറ്റുന്നത് അതെപ്പോഴും നോക്കുക. ഒരു വീക്ക്ലി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, എത്രമാത്രം സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് ആ 10 ക്വസ്റ്റ്യനിൽ എത്ര ശരി ഉത്തരം വന്നിട്ടുണ്ട്, അത് തെറ്റുത്തരം എന്തുകൊണ്ടാണ് വന്നത്, എവിടെയാ മിസ്റ്റേക്ക്, ഈ കാര്യം അനലൈസ് ചെയ്യേണ്ടതും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത്, ഒരു പേപ്പർ മാത്രം, ഇപ്പം പേപ്പർ 1 പോട്ടെ പേപ്പർ 2 മാത്രം പഠിക്കുക, അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര മണ്ടത്തരാന്ന് ഞാൻ പറയുള്ളൂ. 2 പേപ്പറിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ടത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കുറേ ബുക്സ് കളക്ട് ചെയ്യുക, കുറേ കാര്യങ്ങൾ ഇപ്പം മാർക്കറ്റിലാണ് നമുക്ക് പല ബുക്സും UGC നെറ്റിൻ്റെ അവൈലബിൾ ആണ്. സോ ഞാൻ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ ഒരു ബുക്സും നോക്കിയിട്ടില്ല, ഞാൻ ബേസിക് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റ്സ് ആണ് പഠിച്ചത്. അപ്പം ഇങ്ങനെ നമുക്ക് ട്രിക്കി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ ബുക്സ് മേടിച്ച് വെച്ചൊന്നും കാര്യമില്ല. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, നമ്മളെ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പഠിക്കുക.
പിന്നെ മെമ്മറൈസ് ചെയ്യാം. അതായത് വെറുതെ മെമ്മറൈസ് ചെയ്ത് ഒരു വേർഡ് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ്, റോട്ട് ലേണിങ് ഒഴിവാക്കുക പരമാവധി. ഇപ്പൊ റോട്ട് ലേണിങ് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും ഈ എക്സാമിന് ഇല്ല. നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ. സോ ആ ഒരു നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അറ്റംപ്റ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്തിട്ടുണ്ട്, അപ്പം ഇതിന്റെ ആൻസർ ഇങ്ങനെയായിരിക്കും. ആ ഒരു മെമ്മറൈസേഷൻ അത്ര ഹെൽപ്പ് ചെയ്യില്ല നമ്മളെ. സോ അതിലുപരി കൺസെപ്റ്റ്സ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. റിവിഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എക്സാമിന് ഇതാക്കാൻ പറ്റും. അതും ഒരു മണ്ടത്തരായിട്ടുള്ള ഒരു രീതിയാണ്. സോ ബെറ്റർ ടു അറ്റംപ്റ്റ് റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാലാണ് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇതൊരു കൺസിസ്റ്റന്റ് പാറ്റേൺ ആണ്. അല്ലാതെ നമുക്ക് ഒറ്റൊരു മാരത്തോണിൽ ഒരാഴ്ച പഠിച്ച് പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് നോക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ഹെൽപ്പിംഗ് ദാറ്റ് മച്ച്. പിന്നെ ഒരു ടൈം ടേബിൾ ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ തുടങ്ങി. ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ സിലബസ് കുറച്ചധികം ഉണ്ട്. അപ്പം അത് വീക്കായിട്ടുള്ള ഒരാൾക്ക് അത് മൊത്തം പഠിച്ചു തീർത്ത് ഒരു 2 ആഴ്ച അതിന് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വോണ്ട് ബി ഹെൽപ്ഫുൾ. ഇപ്പം വീക്ക് ഏരിയാസ് ഏതാണ്, സ്ട്രോങ് ഏരിയാസ് ഏതാണെന്ന് നോക്കിയില്ല. അപ്പൊ വീക്ക് ഫസ്റ്റ് എംഫസൈസ് കൊടുക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ അധികം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാതെ നോക്കാൻ പറ്റുന്ന ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ചാപ്റ്റേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഈ ഒരു 2 ദിവസം നിങ്ങൾ ഈ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട്, റിസർച്ച് ചാപ്റ്ററിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം റിസർച്ച് നോക്കാതെ വേറൊരു ചാപ്റ്ററും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പം അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചില ഭാഗങ്ങൾ നിങ്ങൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാം കവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. സോ ഓൺലി ദിസ് മച്ച് ഐ വാണ്ട് ടു ടോക്ക്. ഒരു 40 മിനിറ്റ്സ് ചെയ്തു. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ, കുറച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്സ്, ഇപ്പം റീസെന്റ് ആയിട്ടുള്ള എക്സാം എഴുതിയ ആൾക്കാരായിരിക്കും. അപ്പം ഇപ്പം ഞാൻ 2022 നെറ്റ് ക്വാളിഫൈ ചെയ്തുകൊണ്ട് അതിന് ശേഷം ഈ ഒരു നെറ്റുമായിട്ട് എനിക്ക് വലിയ ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് പാറ്റേൺ ഒന്ന് നോക്കുക എന്നതിലുപരി ഒരു ഉണ്ടായിട്ടില്ല. അപ്പം റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നിങ്ങളായിരിക്കും അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒക്കെ യു ക്യാൻ ആസ്ക്. ഇനി നമുക്കൊരു 15 മിനിറ്റ്സ് ഉണ്ട്. ഇപ്രാവശ്യത്തെ നെറ്റിന്റെ എക്സാം ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാല് ക്വസ്റ്റ്യൻസ് കുറെ നമുക്ക് ഫെമിലിയർ ആണെന്ന് തോന്നും, പക്ഷെ ആൻസേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അല്ല എന്നുള്ള ഒരു രീതിയിൽ. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കാത്ത പോലത്തെ ആൻസേഴ്സും ഒക്കെ തന്നെയാണ് വന്നത്, ഓപ്ഷൻസിൽ വന്നത്. പിന്നെ ചിലത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫെമിലിയർ ആണ്, പക്ഷെ ആൻസേഴ്സിന്റെ ഓരോന്നും വായിച്ചു വരുമ്പോൾ ലാസ്റ്റ് കൺഫ്യൂസ്ഡ് ആയി പോകും. അങ്ങനെ ഇപ്രാവശ്യത്തെ സൈക്കോളജിയുടെ പേപ്പർ ഭയങ്കര ഒരു ഇതായിരുന്നു. അത് വെച്ച് നോക്കുമ്പോ പേപ്പർ 1 ആയിരുന്നു ഈസി. ഞങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറെ നോക്കിയിട്ടുള്ളതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിരുന്നു ഇപ്രാവശ്യത്തെ പേപ്പർ. എനിക്ക് തോന്നുന്നു 2025 രണ്ട് ഇതും നല്ല ഈസി ആയിരുന്നു. അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചാൽ തന്നെ ആൻസേഴ്സ് ഓക്കെ നമ്മൾ നോക്കിയിട്ടുള്ള ഭാഗത്തിൽ നിന്ന് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ കേട്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒപ്പീനിയൻ പറഞ്ഞായിരുന്നു എന്നോട്. പേപ്പർ 2 ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പേപ്പർ 1 ഓക്കെ, പേപ്പർ 2 നമ്മൾ കേൾക്കാത്ത, ഔട്ട് ഓഫ് സിലബസ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. എനിക്ക് ഓർമ്മ ഉള്ളത് ഒരു 2019-20 ഈ ഒരു പാറ്റേൺ ഞങ്ങള് കണ്ടിട്ടില്ലാത്ത അല്ലെ കേട്ടിട്ടില്ലാത്ത കൺസെപ്റ്റ്സ് ഒക്കെ ഓപ്ഷൻസിലൊക്കെ കണ്ടിട്ടുള്ള ഓർമ്മയുണ്ട്. ഒരു 2021 തൊട്ടിട്ടാണ് ഒരു ഫെമിലിയർ ആയിട്ടുള്ള സൈക്കോളജി
പേപ്പർ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതെ അതെ ഞങ്ങള് ആ ഒരു 2018-19 ആ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കുറെ പഠിച്ചത് കൊണ്ട് 2021-22 ഞങ്ങൾക്ക് ഈസിയായി. കമ്പാരിറ്റീവ്ലി ഈസി തോന്നിയായിരുന്നു. സോ പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് റെഫർ ചെയ്യുകയാണെങ്കിൽ ചില ബുക്സിലൊക്കെ ഉണ്ടാവും. ഞങ്ങള് ഒരുപാട് ഒരു ടീം വർക്ക് ആയിരുന്നു. ഞങ്ങള് ടീമായിട്ട് തിരിഞ്ഞിട്ട് ഒന്ന് പല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അസസ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്, അസസ് ചെയ്യാൻ പറ്റുന്ന ബുക്സ്, അസസ് ചെയ്യാൻ പറ്റുന്ന ജേർണൽസ് ഒക്കെ നോക്കി പോയപ്പോ ഈ കാര്യങ്ങളൊക്കെ എവിഡന്റ് ആണ്, സൈക്കോളജിയിൽ എവിടെയോ ഉള്ള സാധനങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. അത് വെച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ, അതുകൊണ്ടാണ് ആ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മളുടെ ഇപ്രാവശ്യത്തെ ഈ ഒരു കോച്ചിങ് ഞങ്ങള് അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഫസ്റ്റത്തെ ആ ഒരു 2.5 മാസം ഒരു തിയറി അല്ലെങ്കിൽ എല്ലാ കോൺസെപ്റ്റും ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പിന്നീടുള്ള ഒരു 2.5-3 മാസം എന്ന് പറയുന്നത് PYQ സെഷൻസ്, ഫുള്ള് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിന് ഡീറ്റെയിൽ ആയിട്ട് പോവാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. കാരണം വെറും തിയറി മാത്രം കവർ ചെയ്തത് കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. അതും മാം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുക്കുമ്പോൾ അത് ഒന്നും കൂടെ ടഫാണ്. ആ ഒരു പാറ്റേൺ ഒക്കെ റീസെന്റ് 5 years എടുത്ത് പഠിക്കുക, അതിന്റെ കൂടെ ഒരു 2018, 19, 17 ഒരു 3 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ജസ്റ്റ് നോക്കുക. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഈ സിറ്റ് ഇനഫ് ടു സ്റ്റഡി ഇഗ്നോ മെറ്റീരിയൽ മാത്രം മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു, ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രി എലിജിബിലിറ്റി ആണോ എന്ന്. അത് ഓക്കെ, ഡിഗ്രി അല്ല MA വേണമല്ലോ, പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. അതൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ചാറ്റ് ബോക്സിൽ. പോസ്റ്റ് ഗ്രാജുവേഷൻ മാൻഡേറ്ററി ആണ്. പിന്നെ അതേപോലെ ഇഗ്നോ മെറ്റീരിയൽസ് മാത്രമല്ല, അത് ചോദിക്കുന്നുണ്ട്, ഇഗ്നോ മെറ്റീരിയൽസ് പഠിച്ചാൽ മതിയോ എന്ന്. ദാറ്റ്സ് നോട്ട് ഇനഫ് ഉണ്ട്. പക്ഷേ മോഡേൺ ഇതൊക്കെ വെച്ച് നോക്കിയിരിക്കുന്നവർക്ക് ചെയ്തൂടെ? ചെയ്യാം. മാമിന് മനസ്സിലായോ ക്വസ്റ്റ്യൻ? കുട്ടി പറഞ്ഞത് എനിക്ക് ഓഡിബിൾ ആയില്ല. ലക്ഷ്മി രവിപ്രകാശ്. സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും കൂടി ചെയ്യാൻ പറ്റൂലേ? അതെ, നമ്മള് PG തൊട്ടിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് UGC നെറ്റ്. ലക്ഷ്മി അത് തന്നെയല്ലേ ചോദിച്ചത്? ക്ലാരിഫൈ. അതെ മാം. പിന്നെ മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. ജോൺ ഐസക് മംഗലം ചോദിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിങ് ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, Q&A ഡിസ്കഷൻസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഗേറ്റിന്റെ സൈക്കോളജി, ഗേറ്റ് സൈക്കോളജി ഞാൻ റീസെന്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ ഞാൻ നോക്കിയിട്ടില്ല. നമ്മളിപ്പോ നെറ്റിന് പഠിക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഈസിയർ ടു കവർ. ഇപ്പം ഗേറ്റ് എക്സാം സോഷ്യൽ സയൻസിൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഗേറ്റിന്റെ ഒരു പാറ്റേൺ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതർ ഡിപ്പാർട്ട്മെന്റ്സിനെ നോക്കുമ്പോൾ സോഷ്യൽ സയൻസിനെ കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് കണ്ടുവന്നിട്ടുള്ളത്. സോ അത് നമ്മൾ UGC നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഈസിലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ ഒരു റാങ്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം IITs ഒക്കെയാണ് എയിമെങ്കിൽ അല്ലെങ്കിൽ PhDക്ക് അതിൽ കാരണം എന്നുള്ളതാണെങ്കിൽ ഗേറ്റിന്റെ റാങ്കിങ് ഇപ്പൊ ഒരു 50-ൽ കുറവ് റാങ്ക് ഉള്ള ഒരാൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് കിട്ടുക. ഗേറ്റ് ക്വാളിഫൈ ചെയ്യും, ദാറ്റ് ഈസ് വെരി ഈസി. പിന്നെ ഇതൊക്കെ എലിജിബിലിറ്റിക്കുള്ള എക്സാംസ് ആണ്. പലപ്പോഴും ഈ ഒരു റിസർച്ച് മേഖലയിലുള്ള പല പൊസിഷൻസും, ജോലിക്കാണെങ്കിലും പല പൊസിഷൻസിനുള്ള ഒരു ബേസിക് എലിജിബിലിറ്റി ആയിട്ടാണ് നെറ്റും ഗേറ്റും ഒക്കെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പാർട്ട് ഫ്രം ബിയോണ്ട് ദ PhD അഡ്മിഷൻ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരു ബേസിക് എലിജിബിലിറ്റിക്കുള്ള എക്സാം ആണ്, ഗേറ്റും നെറ്റും.
പിന്നെ കരിയർ പാത്വേസിൽ ചോദിക്കുകയാണെങ്കിൽ ചില പൊസിഷൻസിന് ദാറ്റ് വുഡ് ബി വെരി യൂസ്ഫുൾ. ചില പോളിസി മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഡിപ്പാർട്ട്മെന്റ്സിൽ പല പൊസിഷൻസിന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ജോബ് ഒരു ജോബ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ. പിന്നെ എപ്പോഴും നമ്മൾ നെറ്റിനും ഗേറ്റിനും ഒക്കെ പഠിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ബേസിക് കട്ട് ഓഫിൽ ഉപരി സ്കോർ ചെയ്യാൻ എപ്പോഴും ട്രൈ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ചിലപ്പോൾ കുറച്ച് കട്ട് ഓഫ് മാറി, കട്ട് ഓഫ് കൂടി എന്നൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കൊരു ഈസിലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അത് ഞാൻ ക്രാക്ക് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അതെപ്പോഴും വെക്കുക. അല്ലാണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള കട്ട് ഓഫ് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഇത്രയായിരുന്നു. അപ്പൊ എൻ്റെ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിൽ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അച്ചീവ് ചെയ്യുന്നത് ഈ ഒരു സ്കോർ ആണെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ അച്ചീവ് ചെയ്യാൻ എപ്പോഴും ഒരു മൈൻഡ് സെറ്റാക്കി വെച്ചിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടോ? ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നും അറിയില്ല ഓറിയന്റേഷനിൽ. ഷാഹിന മാം, ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇനി നമ്മളുടെ എക്സലൻസ് അക്കാഡമിനെ കുറിച്ച് ഹസ്ന കുറച്ചും കൂടി എന്തെങ്കിലും പറയാൻ പറ്റുമോ? Okay. Thank you, Shahina ma'am. സായിഷ മാം, താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ല ഫാസ്റ്റ് ആയിട്ട് എല്ലാത്തിനും പറ്റിയിട്ട് വളരെ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. കുറെ സ്ട്രാറ്റജീസ് പറഞ്ഞു, ടിപ്സ് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളുടെ എക്സലൻസ് അക്കാഡമിയുടെ ഫസ്റ്റ് ബാച്ചാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവം വെച്ചിട്ടും മറ്റുള്ളവരുടെ കുറെ ആളുകളുടെ അനുഭവം വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിന്റെ ഒരു പ്ലാൻ, ഈ കോച്ചിങ്ങിന്റെ ഒരു പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് വെറും ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നതിലുപരി PYQ സെഷൻസ് ഒക്കെ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഞാൻ കൂടാതെ വേറെയും ഫാക്കൽറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഫ്ലയറിൽ 24/7 സപ്പോർട്ട് എന്നുള്ളത് എഴുതിയത്. അതായത് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ എപ്പോഴും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. എന്ത് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ക്ലാസ് പേപ്പർ 1ഉം പേപ്പർ 2 സൈക്കോളജി ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ പേപ്പർ 1 മാത്രമായിട്ട് സെലക്ട് ചെയ്യാം, അതായത് മറ്റ് പേപ്പർ 2 വേറെ സബ്ജക്റ്റ് എടുക്കുന്നവർക്ക് പേപ്പർ 1 മാത്രമായിട്ടും, അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടും സെലക്ട് ചെയ്യാം. ഇതിൽ ഇപ്പോൾ ഒരു ഏർലി ബേർഡ് ഓഫർ എന്നുള്ള നിലക്ക് നമുക്ക് വരുന്നുണ്ട്. നമ്മളുടെ ആക്ച്വൽ ഫീയും അതുപോലെ തന്നെ ഏർലി ബേർഡ് ഓഫറും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ഷാഹിന മാമും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഫസ്റ്റ് ബാച്ചിനെ എല്ലാവരെയും നെറ്റ് ക്വാളിഫൈ അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശം. അതാണ് നമ്മളുടെ എക്സലൻസ് അക്കാഡമിയുടെ മോട്ടോ തന്നെ. അപ്പോ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം എന്നുള്ളവര് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് സായുജ്യ മാം ആൻഡ് ഷാഹിന മാം. യെസ് വെൽക്കം. താങ്ക് യു സായുജ്യ മാം ഫോർ യുവർ കൈൻഡ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും താങ്ക് യു പറയുന്നു. ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എക്സലൻസ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫർദറായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഓരോ ക്ലാസ്സുകൾ കൂടി ഫ്രീ ക്ലാസ്സുകൾ വെക്കുന്നതായിരിക്കും. എല്ലാവരും അതിൽ ചെയ്യാൻ ശ്രമിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.